ധനു മീനൻ രാശികളെ ചിന്തിക്കാം. അപ്പോൾ ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേരുന്നതാണ് ധനുരാശി. മീനൻ രാശി എന്ന് പറയുന്നത് പൂരുരുട്ടാതിയുടെ അവസാന കാലും ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ് മീനൻ രാശി. ഈ രണ്ട് രാശിക്കാർക്കും ആ രാശ്യാധിപനായ വ്യാഴത്തിൻ്റെ ദുസ്ഥിതിയുണ്ട്. ധനുക്കാർക്ക് അഷ്ടമത്തിൽ ചൊവ്വയാണ്, 10-ൽ കേതുവാണ്, 4-ൽ രാഹുവാണ്. മീനൻ രാശിക്കാർക്ക് ജന്മത്തിൽ രാഹുവും 3-ൽ വ്യാഴവും 5-ൽ ചൊവ്വയും 7-ൽ കേതുവുമാണ്, 12-ൽ ശനി. അപ്പോൾ ഇതിൽ രണ്ടു പേർക്കും തുല്യമായ വ്യഥയെ പറയണം. ഇവർക്ക് ഈ ധനുരാശിക്കാർക്ക് പതനം വീഴ്ചകളൊക്കെ ഉണ്ട്. ശസ്ത്രക്രിയ മുതലായ കാര്യങ്ങൾ, ഈ മാനഭംഗം ഉണ്ടാവുക, അല്ലെങ്കിൽ മനസ്സിന് വളരെ സഹിക്കാൻ കഴിയാത്ത ദുഃഖം ഉണ്ടാവുക, ഇതൊക്കെയാണ് അവർക്ക് ഉണ്ടാകേണ്ടുന്ന ചില കാര്യങ്ങൾ. പിന്നെ സഹോദരങ്ങളുമായിട്ട് ക്ലേശിക്കേണ്ട അവസ്ഥ ഉണ്ടാവുക, ഇതൊക്കെ അവർക്ക് ഈ കാലത്ത് ഉണ്ടാകാം. എന്നാൽ മീനൻ രാശിക്കാർക്ക് അങ്ങനെയല്ല. അവർക്ക് കുറച്ചുകൂടി ദുഃഖാധിക്യമുണ്ട്. ശനി 12-ലെ ശനിയും കൂടി അവർക്ക് കുറച്ച് ദുഃഖത്തെ കൂടുതലായിട്ട് കൊടുക്കുന്നതായിട്ട് കാണാം. ജന്മത്തിലെ രാഹു, 7-ലെ കേതു, ഇവരൊക്കെ ഈ ദാമ്പത്യ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ആൾക്കാരാണിപ്പോൾ ഈ മീനൻ രാശിക്കാർ. വളരെ ശ്രദ്ധയോടുകൂടി പോകണം. ഈ മനസ്സിന് സമ്മർദ്ദം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ തരണം ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോക്ക് കൂടി വേണം. മീനൻ രാശിക്കാർ കുറച്ച് നന്നേ ശ്രദ്ധിച്ചു പോകേണ്ടുന്ന കാലമാണിത്. ഇനി അടുത്ത് നമുക്ക് ചിന്തിക്കേണ്ടുന്നത് മകരം, കുംഭം രാശികളെക്കുറിച്ചിട്ടാണ്. മകരക്കൂറിൽ വരുന്നതായ ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണ, അവിട്ടം നക്ഷത്രങ്ങൾ. ഉത്രാടത്തിൻ്റെ മുക്കാല്, അവസാന മുക്കാലും, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി, ഇതാണ് മകരൻ രാശിയിൽ വരുന്നതായ. നമുക്കറിയാം ശനിയാണ് ആ രാശ്യാധിപൻ സ്വക്ഷേത്രത്തിൽ ബലവാനാണ്. 7-ൽ ചൊവ്വ നീചത്തിൽ നിൽക്കുന്നതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അവർക്കുള്ളതൊഴിച്ചാൽ അവർക്ക് 9-ൽ നിൽക്കുന്ന കേതുവാണ് പിന്നൊരു ദോഷത്തെ വിധിക്കാനുള്ളത്. എന്നാലും വലിയ ബുദ്ധിമുട്ടുകൾ ആ രാശിക്കാർക്കില്ല. മകരം രാശിയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് നിരൂപിക്കാം. എന്നാൽ 7-ൽ നീചത്തിൽ നിൽക്കുന്ന ചൊവ്വയും പിന്നെ ഈ 2-ലെ ശനിയും, പിന്നെ ഈ കർമ്മസംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കർമ്മം ഉപേക്ഷിക്കരുത്. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഈ നക്ഷത്രക്കാർ കുറച്ചുകൂടി ഒന്ന് സംയമനം പാലിച്ച് ആ തൊഴിലിൽ മുന്നോട്ട് പോകണം. തൊഴിൽ ഉപേക്ഷിക്കരുത്. അഥവാ ഉപേക്ഷിക്കുകയാണെങ്കിൽ മറ്റൊരു ജോലി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിലവിലുള്ള ജോലി